നാരായണജി അഘോരി എന്ന് വെച്ചാൽ എങ്ങനെ ഇരിക്കണം? കോണൊക്കെ കൊടുത്ത് തല ഇങ്ങനെ രുദ്രാക്ഷമൊക്കെ ഇങ്ങനെ കെട്ടി അല്ലേ, താടിയൊക്കെ വളർത്തി ഭസ്മൊക്കെ പൂശി അല്ലേ, ഈ കൺസെപ്റ്റാണ്. ഈ കൺസെപ്റ്റ് അനുസരിച്ചിരിക്കണോ അതോ കൺസെപ്റ്റ് നമ്മൾ ഉണ്ടാക്കുമോ? ഇതെല്ലാം ഒരു ഇന്നർ സ്റ്റേറ്റ് അല്ലേ, അല്ല പുറമുള്ള കാര്യമാണോ? ഈ സന്യാസം എന്ന് പറയുന്നത് സ്റ്റേറ്റ് അല്ലേ, ഇന്നർ സ്റ്റേറ്റ് അല്ലേ. ഞാൻ സന്യാസിയാന്ന് വേറെ ആർക്കറിയാൻ പറ്റും? എനിക്കല്ലാതെ, അല്ലേ എന്നെ പോലുള്ളവർക്ക്, അല്ല ആർക്കറിയാൻ പറ്റും? ഞാൻ കള്ളനാണ് എന്ന് കാണുന്നവൻ എന്തായിരിക്കും? കള്ളനായിരിക്കും. ഞാൻ സത്യമാണെങ്കിൽ എന്നിൽ നീ എന്താണോ റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ, അത്രേ ഉള്ളൂ. ഞാൻ എന്താണോ അത് തന്നെയാണ് ഞാൻ കാണുന്നത്. യുവർ പെർസെപ്ഷൻ ഈസ് യുവർ വേൾഡ് എന്ന് പറയില്ലേ, അത് തന്നെ. അതുകൊണ്ട് നമ്മൾ എന്താണോ ഗുരുവിൽ കാണുന്നത് അതാണ് നമ്മൾ. ഇങ്ങനെയാണ് അറിയുന്നത്. ചോദിച്ചില്ലേ എങ്ങനെ അറിയാമെന്ന്? നമുക്ക് എന്തൊക്കെ ഗുരുവിന് തോന്നുന്നു അതൊക്കെ നമ്മളിലുണ്ട്. കാരണം ഗുരു ഒരു കണ്ണാടിയാണ്. എൻ്റെ മൂക്ക് വളഞ്ഞായിരിക്കുന്നെങ്കിൽ കണ്ണാടിയുടെ കുഴപ്പമാണോ? എൻ്റെ മൂക്കിൻ്റെ കുഴപ്പമല്ലേ? അതുപോലെ നമ്മൾ എന്തൊക്കെ കാണുന്നു അതൊക്കെ എന്നിലുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ റിപ്പയർ യുവർ സെൽഫ്. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ മാറ്റാൻ പറ്റും. അങ്ങനെ ഒച്ചയെല്ലാം കൂടെ മാറിയിട്ടൊന്നും നടക്കുകയല്ല. എന്ത് നടക്കുന്നോ അനുവദിക്കുക. എന്ത് നടന്നോട്ടെ, നോ പ്രോബ്ലം. ഇവിടെ വന്നിരിക്കുന്ന എല്ലാം വിടാനാ, ഒന്നും പിടിച്ചു വെക്കാനല്ല, ഒന്നും മാറ്റാനല്ല. എന്താണോ അതായി തീരാനാണ്. ഏതാണ്ടൊക്കെ നമ്മൾ വാരി വെച്ചിട്ടില്ലേ, അതൊക്കെ അങ്ങ് വിട്ടുകളാം. അതാ ഇവിടുത്തെ ഉദ്ദേശം. അതിന് പറ്റിയ സ്ഥലമാണ്, അതിന് പറ്റിയ ക്ലൈമറ്റാണ്. അപ്പം അതുകൊണ്ട് ഒത്തിരി വേഷം കെട്ടിയതല്ലേ പല പല ജന്മങ്ങളിൽ. എത്ര ജന്മം ചാരം പൂശിയിരുന്നു, എത്ര ജന്മം ചാരം പൂശിയിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഹോമകുണ്ടം ജ്വലിപ്പിക്കുമ്പോൾ ഒരു സുഖമുള്ളത്? എന്താണ് ചുറ്റും പോയിരിക്കുമ്പോൾ അറിയാതെ ധ്യാനത്തിൽ പോകുന്നത്? എവിടെ പോയി? ആദ്യ സംശയം ആദ്യ ദിവസം മാത്രമല്ല ഉള്ളായിരുന്നു, പിന്നെ എവിടെ പോയി? അതെല്ലാം അവിടെ ഇരിക്കുമ്പോൾ സ്വസ്ഥതയല്ലേ, ശാന്തിയല്ലേ? എന്തേ സ്മൃതിയിൽ എവിടെയോ കിടപ്പുണ്ടല്ലേ. നമ്മുടെ താളം തെറ്റിപ്പോയെന്നല്ലേ ഉള്ളൂ. ആ താളം ഋഥമൊന്ന് പിടിച്ചാൽ പോരെ? കണ്ട് ശ്രുതി പിടിച്ചിരിക്കണം, എന്ത് സുഖം. അത് നമുക്ക് പിന്നെ പ്രശ്നമാണ്. നമുക്ക് പറ്റാത്ത നമ്മുടെ കുഴപ്പമില്ലേ, ഒരാൾക്ക് പറ്റുന്നുണ്ട് അല്ല വിട്ടുകളാം. നമ്മൾ ആരെങ്കിലും പൂട്ടിയിട്ടാ അതിൻ്റെ അറ്റത്ത് നമ്മളും പൂട്ടപ്പെടുവേ. വലിയ പട്ടിയും കൊണ്ടൊക്കെ മനുഷ്യൻ നടക്കില്ലേ ചങ്ങലയും പിടിച്ചുകൊണ്ട്? ആരാ പൂട്ടിൽ, പട്ടിയാണോ ആളാണോ? നമ്മളല്ലേ പൂട്ടപ്പെട്ടിരിക്കും ഞങ്ങളുടെ മറ്റേ അറ്റത്ത്. നമ്മൾ വലിയ പട്ടിയും കൊണ്ട് നടക്കാമെന്ന് വിചാരിക്കും. സത്യം എന്താ? നമ്മൾ എന്തിനെയൊക്കെ പിടിച്ചു വെക്കുന്നു അതൊക്കെ നമുക്ക് ബാധയായിത്തീരും. ഉപനിഷത്ത് പറയും ത്യജിച്ചിട്ട് ഭുജിക്കാൻ. ഇതൊന്നും നമ്മുടെ അല്ല ഇവിടെ ഉള്ളതാണോ? ഈ ശരീരം പോലും നമ്മുടെ അല്ല. മനസ്സോ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക. ആരുടെയാണെന്ന് ആർക്കറിയാം? എന്താ എനിക്ക് സ്വന്തമായിട്ടുള്ളത്? കുറച്ച് അഹങ്കാരം, ഞാൻ ഇന്നതാണ് അതാണെന്നുള്ള ധാരണ, അതങ്ങ് വിട്ടുകളാം. അത് മനസ്സ് തന്നെയാണ്. അഹം ആകാരം ഇതി അഹങ്കാരം. ഞാൻ ഇന്ന ആളാണ്, ഇന്ന വ്യക്തിയാണ്, ഇതാണ് എൻ്റെ രൂപം, ഇതാണ് എൻ്റെ ദേശം, ഇതാണ് എൻ്റെ ബന്ധുക്കൾ, ഇതൊക്കെയുള്ള ധാരണയില്ലേ അഹങ്കാരം. ഇതേ അല്ലല്ലോ ഞാൻ. പിന്നെ ഞാനാരാ? ഇനി മറ്റുള്ളവർ എന്നെപ്പറ്റി ധരിച്ചു വെച്ചിട്ടുണ്ടല്ലേ, അതാണോ ഞാൻ? അതുമല്ല. എനിക്ക് എന്നെപ്പറ്റിയുള്ള ധാരണയും ഞാനല്ല, മറ്റുള്ളവർക്ക് എന്നെപ്പറ്റിയുള്ള ധാരണയും ഞാനല്ല. അതിലൊക്കെ ഭാഗ്യമായി സത്യങ്ങൾ കണ്ടേക്കാം. പിന്നെ ഞാനാരാ? സത്യത്തിൽ ഞാൻ ആരുമല്ല. ഞാനൊരു വ്യക്തിയേ അല്ല. ഞാനെന്നത് കേവലം ബോധമാണ്. ആ ബോധത്തിൽ എങ്ങനെയോ പ്രത്യക്ഷപ്പെട്ട മനസ്സ് ഞാനൊരു വ്യക്തിയാണെന്ന് എവിടെയോ ധരിച്ചു വശായി ഈ ശരീരത്തിൽ കുത്തിയിരിക്കുന്നു. ഞാൻ ഈ ശരീരം വിട്ട് വേറെ ഏതെങ്കിലും ജീവജാലത്തിൽ ഒരു പട്ടിയിൽ കയറുകയാണെങ്കിൽ ഞാനെന്ത് പറയും? ബൗ ബൗ അല്ലേ? അത് ഞാനായി. എനിക്ക് എവിടെയും പൊയ്ക്കൂടെ? എനിക്ക് മാത്രമല്ലേ സ്വാതന്ത്ര്യമുള്ളൂ. ഞാനെന്നുള്ള വ്യക്തിക്ക് സ്വാതന്ത്ര്യമേ ഇല്ല. ഈ വ്യക്തി ശരീരത്തെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുക, പൂട്ടിയിട്ടിരിക്കുക. ഇട്ട് ബുദ്ധിയും മനസ്സൊക്കെ ചലിപ്പിച്ച് ഞാൻ ഇന്നതാണെന്ന് ഉറപ്പിച്ചുകൊണ്ടിരിക്കുക വീണ്ടും വീണ്ടും.
ആ ഉറപ്പീരിനെ മാറ്റാണ് സത്സംഗത്തിൻ്റെ ഉദ്ദേശം. ഒന്ന് അയക്കണ്ടേ, ഒന്ന് പിടുത്തം വിടണ്ടേ. ഇത് കുറേ വാചം അടിച്ചിട്ടോ കേട്ടിട്ടോ കുറേ തത്വജ്ഞാനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സാഹചര്യം കൂടെ ഒരുങ്ങണ്ടേ, ആഗ്രഹം ഉണ്ടാവണ്ടേ. മടുത്തില്ലേ? എത്ര നാളെന്ന് വെച്ചാൽ ഈ മസിൽ പിടിച്ചിരിക്കുക? ഇനി എത്ര കാലം ഇവിടെ ഇരിക്കും? അങ്ങേയറ്റം പോയാൽ പൊതുവെ മനുഷ്യൻ ഇരിക്കുന്നത് എത്രയാണ്? 100. അത് അയക്കാൻ എത്ര പേർക്ക് പറ്റൂ? വളരെ അപൂർവം പേർക്കില്ലേ? പഴയ കാലത്ത് പറയും 120 ആയുസ്സെന്ന ആയുർവേദത്തിൻ്റെ കണക്ക്. 60 വർഷം യൗവനം ലോകസുഖമൊക്കെ ആസ്വദിച്ചോളുക, പിന്നുള്ള 60 വർഷം അധ്യാത്മം ആസ്വദിച്ചോളുക. ഇപ്പോൾ 20 ആകുമ്പോഴേ വയസ്സായി തുടങ്ങി, 30 ആകുമ്പോൾ എൻ്റെ പൂർത്തിയായി, 30-32 ആകുമ്പോൾ രോഗി, 40 മഹാരോഗി. തീർന്നു, ജീവിതം തീർന്നു. അതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ആരോഗ്യം അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? മുജ്ജന്മ പുണ്യം. അല്ല നമ്മുടെ കയ്യിരിപ്പുണ്ട. ഇതെന്തുമാത്രം കഷ്ടപ്പെട്ട ഈ ശരീരം ഈ ആരോഗ്യത്തിൽ നിലനിർത്തി തരുന്നത്. എന്തുമാത്രം യുദ്ധം ചെയ്യുന്നുണ്ട് ഈ അവയവങ്ങളെല്ലാം കൂടി ഇല്ലേ? കാണുന്ന ടോക്സിനൊക്കെ വാരി വിഴുങ്ങും, ലിവറിന് ഇതെല്ലാം മാനേജ് ചെയ്യണം ഇല്ലേ? ടെൻഷനെല്ലാം കിഡ്നി താങ്ങുന്നില്ലേ ഇല്ലേ? ഹൃദയമോ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും രക്തം എത്തിച്ച് ശരീരത്തെ ശുദ്ധീകരിച്ച് ഓരോ കോശങ്ങളിൽ നിന്നും അതിൻ്റെ ടോക്സിസിറ്റി എല്ലാം വലിച്ചെടുത്ത് പിന്നെയും കൊണ്ടുവന്ന് ശരീരത്തിൽ വിസർജിച്ച് കളയാൻ വേണ്ടി ഹൃദയവും നോക്കുന്നു. ആമാശയോ ദഹിപ്പിക്കാൻ നോക്കുന്നു, കഷ്ടപ്പെടുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് അതിന് മേളിൽ ഐസ്ക്രീം തിന്ന് വേണ്ടാത്തൊക്കെ വാരി വലിച്ച് വിഴുങ്ങി അതിനെയും പീഡിപ്പിക്കുക. നമ്മൾ ആപ്പാടെ ചെയ്യുന്നത് എന്താ? ഈ മൊത്തം ശരീരത്തെയും മനസ്സിനെയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കാൻ തരുന്നത്. പിന്നെ എങ്ങനെയാണ് ശാന്തി സമാനം അനുഭവിക്കുന്നത്? ആദ്യം ഇതിനെങ്കിലും നോക്ക്. പോട്ടെ, എന്തെങ്കിലുമൊക്കെ ആയല്ലോ, ആരോഗ്യം വേണ്ടേ? അല്പം സ്വല്പമൊക്കെ നോക്കിയാലും എന്തൊക്കെ സംഭവിക്കാം. പിന്നെ നോക്കാതിരുന്നാൽ പിന്നെ സംഭവിക്കുന്ന എത്ര അൺകോൺഷ്യസ് ആയിട്ടുള്ള ജീവിതമാണ്. എന്തും ചെയ്യാമല്ലോ. ഐസ്ക്രീം കഴിക്കുന്നത് തെറ്റാണോ? അല്ല. നോൺ വെജ് കഴിക്കുന്നത് തെറ്റാണോ? അല്ല. പക്ഷേ എല്ലാത്തിൻ്റെ യുക്തിയില്ലേ? ശരീരത്തിൻ്റെ അഗ്നി, ജഠരാഗ്നി എന്ന് പറയും, ഇതിനെ നശിപ്പിച്ചാൽ തീർന്നില്ലേ? വൈശ്വാനരാഗ്നി, ഈശ്വരൻ ആ രൂപത്തിരിക്കുക ജഠരാഗ്നിയായിട്ട്. ഇത് ശരിയായെങ്കിൽ മാത്രമേ ബുദ്ധിക്ക് തെളിച്ചുണ്ടാവൂ. ഈ ശരിയായെങ്കിൽ മാത്രമേ ശരീരത്തിലെ പരിണാമ പ്രക്രിയയും നല്ല ശരീരം ഉണ്ടാവുള്ളൂ. ഇതൊക്കെ കോമൺ സെൻസ് അല്ലേ? അതുകൂടാതെ ഇതൊന്നും വേണ്ട കാര്യങ്ങളറിയാതെ വേണ്ടാത്ത എന്തൊക്കെയോ ചിന്തിച്ചു പോകുന്നു. അപ്പോഴല്ലേ അഘോരി ഇന്ന വസ്ത്രം ധരിക്കണം, ഇങ്ങനെയൊക്കെ ഇരിക്കണം, ഇല്ലാലേ ഞാൻ ബഹുമാനിക്കൂ. ആർക്ക് വേണം നിൻ്റെ ബഹുമാനം? എന്നെ ആരും ഇഷ്ടപ്പെടുകയും വേണ്ട, എന്നെ ആരും ബഹുമാനിക്കുകയും വേണ്ട. ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനാണ്. കൂട്ടുകാരനോട് എങ്ങനെ പെരുമാറുന്നോ അങ്ങനെ പെരുമാറാം. വല്ലതും എന്നിൽ നിന്ന് പഠിക്കാനുണ്ടെങ്കിൽ, അല്ലെ എന്നെക്കൊണ്ട് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരം ഉണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്തുക, എന്നിട്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കുക. നമ്മളങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. എല്ലാവർക്കും സ്വാതന്ത്ര്യം, ആരെയും പൂട്ടിയിടാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളെല്ലാം ആവശ്യത്തിന് പൂട്ടിയിട്ടിട്ടുണ്ട്. ഒന്ന് കെട്ടൊന്ന് അഴിച്ചുവിടാൻ ജസ്റ്റ് അതിനൊന്ന് അല്പസമയം തരിക, അത്ര തന്നെ. എല്ലാവരും സ്വതന്ത്രമായിട്ട്, ഇത്ര വിശാലമായ ലോകമല്ലേ, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇവിടെ നിറയെ ഊമനും എന്താ പറയുക കുറുനരിയും ചെന്നായ്ക്കളും ഒക്കെ ഉണ്ട്, പട്ടിയും കാട്ടുപട്ടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ജീവിക്കണ കടുവയായേ പറ്റൂ. മനസ്സിലായോ? അല്ല മാൻപേടയും കുറഞ്ഞൊരു കാട്ടുപോത്തെങ്കിലും ആവണ്ടേ? വേണ്ടേ? പക്ഷേ ഐ പ്രിഫർ യു ടു ബി എ ടൈഗർ. അതിന് വേണ്ടിയുള്ളൊരു ഒളിത്താവളം ഇവിടം. ശിഷ്യനാകാന്ന് വെച്ചാൽ വലിയൊരു കപ്പാസിറ്റിയാണ്. അതുകൊണ്ട് നമുക്ക് ഗുരുക്കളായിട്ട് അങ്ങ് ജീവിക്കാം, പോരെ? എല്ലാവരും അങ്ങ് ഗുരുക്കളാക്കാം, അതിനുശേഷം ശിഷ്യനാകാം പതിയെ. ഗുരുവിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഗുരുവാകുമ്പോൾ ഉത്തരവാദിത്വമുണ്ട്, ശിഷ്യന് ഉത്തരവാദിത്വമൊന്നും ഇല്ലല്ലോ. പക്ഷേ ശിഷ്യനാകാൻ വലിയ പ്രയാസമാണ്. അഹങ്കാരത്തെ ഗുരുചരണത്തെ കൊണ്ട് വെക്കണ്ടേ, സംശയങ്ങളൊക്കെ ഒതുങ്ങണ്ടേ. ഗുരുവാകുമ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ. എല്ലാവരും ഗുരു വായിച്ചിട്ട് ഭാരം ഹെവി ആണല്ലോ എല്ലാവരും. ആ ഗുരുത്വം ഇരിക്കട്ടെ. പതുക്കെ പതുക്കെ നമുക്ക് ശിഷ്യരാവാം. കാലികാലമല്ല, എല്ലാം തിരിഞ്ഞു പോയില്ലേ? അപ്പം അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ പറയും അഷ്ടാംഗ യോഗം പഠിക്കാൻ ആദ്യം സമാധിയിലിരിക്കണം, എന്നിട്ട് വേണം തിരിച്ച് യമനിയമത്തിൽ എത്തിച്ചേരാമെന്ന്.
ബുദ്ധിക്ക് സ്ഥിരത വരാതെ എങ്ങനെയാണ് യമനിയമം പാലിക്കാൻ പറ്റുക? അസാധ്യമല്ലേ. ബാക്കി പാലിക്കുന്നതൊക്കെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളല്ലേ, ഫിസിക്കൽ അല്ലെ സൈക്കോളജിക്കൽ. അതിനെ നമ്മൾ ഒത്തിരി പിടിച്ചിരിക്കുക, സത്യത്തെ പിടിച്ചിട്ടുമില്ല. സത്യത്തെ എന്താ വേണ്ടത്? ശാന്തമാവണം അല്ലേ? ഹൃദയത്തിൽ പ്രേമം ഉണ്ടാവണം. ജീവിതത്തിൽ ആനന്ദം ഉണ്ടാവുമോ? പ്രേമമില്ല എന്ത് ജീവിതം? ശാന്തിയില്ല എന്ത് സമാധാനം? ഇത്രയല്ലേ ഉള്ളൂ അധ്യാത്മം. അതുകൊണ്ട് ആദ്യം നമ്മൾ പഠിക്കേണ്ടതാ സന്തോഷത്തോടെ ജീവിക്കാൻ പഠിക്കണം. അല്ല വല്ലതും ചെയ്യാനുണ്ടോ? വലിയ പ്രയാസമാണ്. ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. ഇനി ഞാൻ ദുഃഖിക്കുന്നില്ല എന്നങ്ങ് തീരുമാനിക്കണം. പ്രയാസമാണ്. ഇനി പ്രയാസപ്പെട്ട ആ തീരുമാനം എങ്ങനെ എടുത്താൽ അതിനെ പാലിക്കാൻ വേണ്ടി സദാ ശീലിക്കണം. വേണ്ടേ? എങ്ങനെ സന്തോഷമാണ്? അപ്പോൾ തുച്ഛ വികാരങ്ങളൊക്കെ മനസ്സിൽ തള്ളി മാറ്റേണ്ടി വരും. വേണ്ടേ? അപ്പോഴേ മനസ്സിലാവും നമ്മൾ എത്ര തുച്ഛത്വം ഉണ്ടെന്ന്. നമ്മളെ കൊച്ചു കൊച്ചു കാര്യത്തിൽ പിടിച്ച് കിടക്കുക. പിന്നെ എങ്ങനെ മേലോട്ട് പൊങ്ങും? ആ കുണ്ഡലിനി ഊർജ്ജം മേളിൽ വലിച്ചു പിടിച്ചിരിക്കുക. വേറെ ആരുമല്ല, ഈശ്വരനകത്തുനിന്ന് ഉണരാൻ ആഗ്രഹിച്ച് നിരന്തരം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനായി കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ജീവിച്ചു വരുന്നത്. ആൾക്കാർ പാര വെക്കുന്നു, ഉപദ്രവിക്കുന്നു, ഒന്നും കുഴപ്പമില്ല. അവരൊക്കെയാണ് നമ്മുടെ ബന്ധുക്കൾ. അത് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മളെ ആരണ്ട് സ്നേഹിക്കണം, നമ്മളെ ആരണ്ട് കെയർ ചെയ്യണം. ഇനി പറയാൻ എനിക്കെന്താ അവകാശമുള്ളത്? നമുക്കെല്ലാവരെയും സ്നേഹിക്കാം, നമുക്കെല്ലാവരെയും ഇഷ്ടപ്പെടാം, എല്ലാവരെയും പ്രേമിക്കാം, എല്ലാത്തിനോടും ഇഷ്ടമുണ്ടാവാം, എല്ലായിടത്തും സന്തോഷമായിരിക്കാം. അതിന് നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലേ? ഇനി മറ്റൊരാൾ എൻ്റെ സ്വാതന്ത്ര്യത്തെ കൈവെക്കുന്നെങ്കിൽ, മറ്റൊരാൾ വിചാരിച്ചാൽ എനിക്ക് സന്തോഷം ഉണ്ടാവുന്നു ഉള്ളുവെങ്കിൽ ആ ജീവിതത്തിൻ്റെ കുഴപ്പമില്ലേ? എൻ്റെ സന്തോഷം ഞാൻ തന്നെ കണ്ടെത്തണ്ടേ? ഇയാൾ കാരണം എനിക്ക് സന്തോഷം ഉണ്ടാകുന്നില്ല. അങ്ങനെ എന്താ അയക സ്വാതന്ത്ര്യം ഇല്ലേ? ആരെയാ പൂട്ടിയിടാൻ പറ്റുക? എന്തിനാണ് നമ്മൾ ശ്രമിക്കുന്നത്? ഇവിടെ വന്നാൽ നമുക്കൊന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാനില്ല. ഒത്തിരി ചെയ്തുകൊണ്ടല്ലേ ഇരിക്കുന്നത്. ഒന്നും ചെയ്യണ്ട. ഇനി ആ ചലിക്കുന്ന മനസ്സില്ലേ, അതിനെ കൂടെ അവിടെ വിട്ടുകള. അതുകൂടെ ഡ്രോപ്പ് ചെയ്യുക. ശരീരം ഡ്രോപ്പ് ചെയ്യുക, മനസ്സിനെ ഡ്രോപ്പ് ചെയ്യുക. ജസ്റ്റ് ഡ്രോപ്പ് ഇറ്റ്. ലെറ്റ് മീ വർക്ക് ത്രൂ യു. എനിക്ക് എളുപ്പമാവും. ആനന്ദം വന്നു കഴിഞ്ഞാൽ എനിക്ക് സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടി വരും. അത് കർമ്മത്തിൻ്റെ അഭൂമിയാണ്, ഇത് ധ്യാനത്തിൻ്റെയും. രണ്ടും വേണ്ടേ? അവസരം നിൽക്കുന്ന ഈശ്വരൻ നന്ദി പറയാം. This is the day that the Lord has made. Let us be glad and rejoice in it. അല്ലേ? സന്തോഷത്തോട്ടിരിക്കാം, സന്തോഷവാന്മാരാം. ഈശ്വരോ രക്ഷതോ.